കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലവും വിഷമദ്യ ദുരന്തങ്ങളും. കേരളത്തിൽ ആദ്യമായി ഉണ്ടായ മദ്യദുരന്തം എന്ന ദുഷ്കീർത്തി കൊല്ലം ജില്ലയ്ക്കാണ്. 1981 മാർച്ച് 16 കേരളത്തിൽ ആദ്യമായി പുനലൂരിൽ മദ്യദുരന്തമുണ്ടായത്. ചാരായ ഷാപ്പുകളിലൂടെ വിൽപ്പന നടത്തിയ പ്ലാസ്റ്റിക് കവർ ചാരായം വാങ്ങിക്കഴിച്ചവരാണ് ഈ ദുരന്തത്തിന് ഇരയായത്. 30 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും തമിഴ്നാട്ടിലും പത്തനാപുരം താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമായി അതിലേറെ പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേരുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. 1993 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 5 വരെയുള്ള ദിവസങ്ങളിലാണ് കൊല്ലം ജില്ലയെ ഒന്നടക്കം നടുക്കിയ ഏറം വിഷമദ്യ ദുരന്തമുണ്ടായത്. 6 പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. അഞ്ചലിനടുത്ത് ഏറം, ചോരനാട്, വടമൺ പ്രദേശങ്ങളിലുള്ളവരാണ് വ്യാജ അരിഷ്ടം കഴിച്ച് ഈ ദുരന്തത്തിന് ഇരയായത്. 1998 കൊല്ലം ജില്ലയിൽ തന്നെ കിഴക്കൻ പ്രദേശമായ തെന്മലയ്ക്ക് സമീപം വെഞ്ചർ ഫ്ലോറൻസ് എസ്റ്റേറ്റിൽ വിഷമദ്യം കഴിച്ച് 3 പേർ മരിച്ചു. 2000 അതായത് ഒക്ടോബർ 21, 22, 23 നടന്ന വിഷമദ്യ ദുരന്തങ്ങൾ കൊല്ലം ജില്ലയെ ശോകമുഖമാക്കി. കല്ലുവാതുക്കൽ, കൊട്ടാരക്കരയ്ക്ക് സമീപം പള്ളിക്കൽ, പട്ടാഴി എന്നിവിടങ്ങളിലായി നടന്ന വിഷമദ്യ ദുരന്തത്തിൽ 32 പേരാണ് മരിച്ചത്. വിഷമദ്യം കഴിച്ച് 2 സ്ത്രീകൾ മരിച്ചെന്നതും സംസ്ഥാനത്ത് ഇതുവരെ നടന്ന മദ്യ ദുരന്തങ്ങളിൽ നിന്ന് ഈ ദുരന്തത്തിൻ്റെ ഭീകരമായ പ്രത്യേകതയാണ്. കല്ലുവാതുക്കലിൽ 18, പള്ളിക്കലിൽ 12, പട്ടാഴിയിൽ 2 പേരുമാണ് മരിച്ചത്. 2003 ഏപ്രിൽ 10 നാടിനെ ഞെട്ടിച്ച കുപ്പണ വിഷമദ്യ ദുരന്തമുണ്ടായത്. കല്ലുവാതുക്കൽ മദ്യ ദുരന്തത്തിൻ്റെ ആഘാതം വിട്ടുമാറും മുമ്പാണ് ഈ മദ്യദുരന്തം കൂടി ജില്ലയെ നടുക്കിയത്. ദുരന്തത്തിൽ 8 പേർ മരിച്ചു. 4 പേരുടെ കാഴ്ചശക്തിക്ക് തകരാർ സംഭവിച്ചു. 35 പേർ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസങ്ങളോളം കഴിയേണ്ടി വന്നു. അഞ്ചാലുമൂട് കുപ്പണ വേലായുധമംഗലം ക്ഷേത്രത്തിന് സമീപം വാഴത്തോപ്പ് വയലിൽ അനധികൃതമായി വിറ്റ ചാരായം കഴിച്ചവരാണ് ഈ ദുരന്തത്തിന് ഇരയായത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.